നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരോ എന്നെ പിടിച്ച് തള്ളിയ പോലെ തോന്നി. സൂര്യ പുറത്തു കൊണ്ടുവന്നത് അവളാ. അതിന്റെ പേരില് എന്തെങ്കിലും അപകടം നടന്ന അത് അവളുടെ തന്നിലേ വരും. അതെ ഞാനിപ്പോ എവിടെ പോവാ? പോരാന്നേ. ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? അതോ ഇങ്ങനെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ടോ? അതോ ഇങ്ങനെ കണ്ണി നോക്കി നിൽക്കുന്നുണ്ടോ? അതിന്റെ പേരാണ് പ്രണയം. വേണ്ട. വേണം. ഈ കടലും ഈ കാറ്റും സൂര്യന്റെ ഭംഗിയൊക്കെ അത് നമ്മൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെ കാവലാടോ. ഏട്ടന്റെ നല്ല മനസ്സാടോ. അതുകൊണ്ടല്ലേ നമ്മളോട് നടന്നോളാൻ പറഞ്ഞത്. പറഞ്ഞതൊക്കെ ഏട്ടനോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാ ഞാൻ കൊല്ലും. അപ്പൊ പറഞ്ഞാലേ കുഴപ്പമുള്ളൂ അല്ലേ? നിക്കവിടെ പോവല്ലേ. ബഹളം വെച്ച് കൈയെടുത്ത് പോകാൻ നോക്കിയാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? ആളുകൾ ഓടിക്കൂടുമ്പോ താൻ എന്നെ കയറി പിടിച്ചു ഞാൻ പറയും. അയ്യേ, ആണുങ്ങൾ പെൺകുട്ടികളെ കയറി പിടിച്ചു എന്നല്ലേ പറയാ, അല്ലാതെ തിരിച്ചാണോ? ഇപ്പോഴത്തെ കാലത്തെ തിരിച്ചും പറയാം. ഞാൻ ഉറപ്പായിട്ടും പറയും. എനിക്കൊരു സ്വസ്ഥത തരുന്നില്ല. എവിടെ പോയാലും കൂടെ വരും, എന്നെ തൊട്ടുരുമി നടക്കുന്നു, എന്നെ കയറി പിടിച്ചു നോക്കെ. ഇനിയുണ്ടോ ഇങ്ങനത്തെ മണ്ടത്തരങ്ങള്? അതെ, ഈ സൂര്യൻ ഒന്ന് പെട്ടെന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ. എന്നിട്ട് എന്തിനാ? എവിടെയെങ്കിലും പോവാനുണ്ടോ? എവിടേക്കും പോവാനൊന്നുമല്ല. സൂര്യൻ താഴോട്ട് പോയിട്ട് പെട്ടെന്ന് ഇരുട്ടാവും. അപ്പോ ആർക്കും ആരെയും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോ എനിക്ക് ഇവിടെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കാലോ. വല്ലാത്ത ആഗ്രഹം തന്നെയാ. മോനെ കൈവിട്ടെ. വിടില്ല. വിടാനും വീട്ടിൽ നിന്നോ? വിടാനും പറഞ്ഞു. വേണ്ട.
വരുൺ! ഏട്ടാ 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 എന്താ പറ്റിയ എന്താ പറ്റി? എന്താ? ഏട്ടാ എന്താ പറ്റിയ ആരോ എന്താ ഏട്ടാ ആരോ എന്നെ പിടിച്ച് തള്ളിയ പോലെ തോന്നി. അല്ലെന്നോ എന്തെങ്കിലും പറ്റിയോ? ഇല്ല, കൈക്ക് ഭയങ്കര വേദനയുണ്ട്. വരുൺ, ഏട്ടനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വാ, പെട്ടെന്ന് പോണം. ബിജു ബിജു നമ്മൾ ഇവിടുന്ന് മാറാൻ പാടില്ലായിരുന്നു. ഇങ്ങനൊന്നും വരുന്നു വിചാരിച്ചില്ലല്ലോ. പേടിക്കണ്ട ഏട്ടാ, പോട്ടെ, സാരമില്ല. സാരമില്ല, നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ എത്താലോ. ബിജു പിടിക്ക്, എഴുന്നേറ്റാ. നല്ല പെയിനുണ്ട്. എന്തായാലും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ആ. അതൊന്ന് നോക്കിട്ട് പറയാം. ആ. ഇതെങ്ങനെയാ സംഭവിച്ചത്? അത് ഞങ്ങളൊന്ന് ബീച്ചിൽ പോയതായിരുന്നു. ഏട്ടന്റെ വീൽ ചെയർ പെട്ടെന്ന് തട്ടി മറിഞ്ഞതാ. ഡോക്ടർ, പിന്നെ ഇതല്ലാതെ ഏട്ടന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുറച്ച് ടെൻഷൻ കൂടുതലുള്ള ആളാണല്ലോ. എന്റെ പെങ്ങളെ ഡോക്ടർ. ആ, പിന്നെ പരിചരിക്കാൻ ആളുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ മാറിക്കോളും, നിങ്ങൾ ടെൻഷൻ ആവണ്ട സിസ്റ്റർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.